കുട്ടികളിൽ ഡിപ്രഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ? അതായത് കൊച്ചു കുട്ടികൾക്ക് ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദ രോഗം വരുമോ? പല ആൾക്കാരുടെയും തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് കുട്ടികളല്ലെ കൊച്ചു കുട്ടികൾക്ക് മാനസിക രോഗങ്ങളൊന്നും വരികയില്ല. കാരണം അവർ കുഞ്ഞല്ലേ, അവർക്ക് ഒരു കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനോ ഒന്നും സാധിക്കുകയില്ല. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് ഒരിക്കലും മാനസിക രോഗങ്ങൾ, പ്രത്യേകിച്ച് ഡിപ്രഷൻ അല്ലെ വിഷാദ രോഗമൊന്നും കൊച്ചു കുട്ടികൾക്ക് ഒരിക്കലും വരില്ല എന്നൊരു ധാരണയാണ് പലർക്കും ഉള്ളത്. ഇത് ശരിയല്ല. കൊച്ചു കുട്ടികൾക്ക്, ഈവൻ LKG UKG പോലും പഠിക്കുന്ന കുട്ടികൾക്കും ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദ രോഗം ഉണ്ടാകാം. പക്ഷേ പ്രായമായവരിൽ കാണുന്ന വിഷാദ രോഗത്തിന്റെ ലക്ഷണങ്ങളാകില്ല കുട്ടികൾ കാണിക്കുക. കുട്ടികളിലും ഏറ്റവും കൂടുതൽ പ്രകടമാകുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ നല്ലതായി ബിഹേവ് ചെയ്തുകൊണ്ടിരുന്ന കുട്ടി പെട്ടെന്ന് വല്ലാണ്ട് വാശി കാണിക്കുക, ഭയങ്കര ഇറിറ്റേഷൻ കാണിക്കുക, എല്ലാ കാര്യത്തിലും കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ തന്നെ വാശി പിടിച്ച് കരയുക, വഴക്കുണ്ടാക്കുക, കൂടെയുള്ള കുട്ടികളുമായിട്ട് അടിപിടി ഉണ്ടാക്കുക. അതേപോലെ തന്നെ പഠന കാര്യത്തിൽ ഇവർ പെട്ടെന്ന് അങ്ങ് പുറകോട്ട് പോവുക. അതായത് പഠിക്കാൻ ഒരു താല്പര്യവും കാണിക്കാതിരിക്കുക. ടീച്ചർ പറയും നല്ലോണം പെർഫോം ചെയ്തുകൊണ്ടിരുന്ന കുട്ടിയാണ്, ഇപ്പം എന്തോ പറ്റിയെന്ന് അറിഞ്ഞുകൂടെ, അവൻ വളരെ മോശമാണ്, ക്ലാസ്സിലൊന്നും അവനൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇതാണ് കുട്ടികളിൽ നമ്മൾ സാധാരണയായിട്ട് കാണുന്ന ഡിപ്രഷൻ്റെ ലക്ഷണങ്ങൾ. ഇനി എങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഈ ഡിപ്രഷൻ വരാനുള്ള ചാൻസ്? വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്ന വീടുകളാണ്, അതായത് അച്ഛനും അമ്മയും തമ്മിൽ നിരന്തരം വഴക്ക് പിടിക്കുന്ന വീടുകൾ, അച്ഛൻ അമ്മയെ ഭയങ്കരമായി ഉപദ്രവിക്കുന്നത് കണ്ടു വളരുന്ന കുഞ്ഞുങ്ങൾ, അതുപോലെ ആൽക്കഹോളിക് ആയിട്ടുള്ള ഫാദേഴ്സ് ഉള്ള വീടുകളിൽ, അതായത് ഈ അച്ഛൻ കുടിച്ചിട്ട് വന്ന് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അതേപോലെ ഈ കുഞ്ഞ് തന്നെ എന്തെങ്കിലുമൊക്കെ ട്രോമാറ്റിക് എക്സ്പീരിയൻസിൽ അല്ലെങ്കിൽ ട്രോമാസിലൂടെ കടന്നു വന്നിട്ടുള്ള കുട്ടികൾ, അതുപോലെ മൊളസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കുട്ടികൾ, ഇവർക്കൊക്കെ ഈ ഡിപ്രഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡിപ്രഷൻ ഒരു രോഗമാണ്. നമ്മുടെ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ എന്നൊക്കെ പറയുന്നത് പോലെ ജനിതകമായ അതായത് ജനറ്റിക്കൽ ആയിട്ടുള്ള ഒരു റോള് ഡിപ്രഷനും ഉണ്ട്. അതായത് അച്ഛനോ അമ്മയ്ക്കോ ഡിപ്രഷൻ ഉണ്ട് എങ്കിൽ ആ കുട്ടിക്ക് ഡിപ്രഷൻ വരാനുള്ള ചാൻസ് മറ്റു കുട്ടികളെക്കാട്ടിൽ ഒരുപാട് അധികമാണ്. എന്ന് കരുതിയിട്ട് അച്ഛനോ അമ്മയ്ക്കോ അച്ഛനോ അമ്മയോ ഉണ്ടെങ്കിൽ കുട്ടികൾക്കെല്ലാം ഡിപ്രഷൻ വരും എന്നല്ല. ആ കുട്ടികൾക്ക് ഇപ്പോൾ ഒരാൾക്ക് മറ്റു കുട്ടികളെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് ഡിപ്രഷൻ വരാനുള്ള ചാൻസ് അധികമാണ് എന്ന് മാത്രം. ഡിപ്രഷനുള്ള അച്ഛനും അമ്മയ്ക്കും തന്നെ ഒരു പ്രശ്നവും ഇല്ലാത്ത കുട്ടികളുള്ള കേസുകൾ ഒരുപാട് എണ്ണം ഉണ്ട്. ഇനി ഈ ഡിപ്രഷനിലെ കുട്ടികൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അതിന് ചികിത്സയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കുട്ടികളിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള മരുന്നുകളുണ്ട്, അതായത് കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മരുന്നുകളുണ്ട്. ഇത് വളരെ ചെറിയ പ്രായം തൊട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി എന്തുകൊണ്ട് മരുന്ന് കൊടുക്കണം, എന്തുകൊണ്ട് ഇത് നമ്മൾ ചികിത്സിക്കണം എന്നുള്ളത്, ചികിത്സിച്ചില്ല എങ്കിൽ ഈ ഡിപ്രഷൻ ഇവരുടെ പഠനത്തിനെയും ഇവരുടെ പെർഫോമൻസിനെയും ക്രമേണ അവരുടെ ഭാവിയെയും തന്നെ ഒരുപാട് ബാധിക്കും. അതുകൊണ്ട് കുട്ടികളിൽ ഈ പറയുന്ന ലക്ഷണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, പെട്ടെന്നൊരു സ്വഭാവത്തിലൊരു മാറ്റം കാണുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഒരു സൈക്യാട്രിസ്റ്റിനെ കൊണ്ടുപോയി കാണിക്കാൻ മടി വിചാരിക്കരുത്. കാണിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ഭാവിക്ക് അത്യാവശ്യമാണ്. ഒരുപാട് വേഴ്സൺ ചെയ്യുന്നതിന് മുമ്പ് ഏർലി സ്റ്റേജിൽ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കത് മാറ്റുവാൻ സാധിക്കുന്നതാണ്. ആർക്കൊക്കെയാണ് ഡിപ്രഷൻ വരാൻ ചാൻസ് കൂടുതൽ, അഥവാ വിഷാദ രോഗം അല്ലെങ്കിൽ ഡിപ്രഷൻ എല്ലാ ആൾക്കാർക്കും ഉണ്ടാകുമോ? ഇതിൽ ആർക്കാണ് ഡിപ്രഷൻ കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. സൈക്യാട്രി എല്ലാ അസുഖങ്ങളെ പോലെ തന്നെ ഇതിനെ നമുക്ക് ബയോ സൈക്കോ സോഷ്യൽ മോഡലിലാണ് നമ്മളിത് പറയുക. അതായത് ബയോളജിക്കൽ ഫാക്ടേഴ്സ്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ്. ആദ്യമായി ബയോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ്, അതായത് നമ്മുടെ വീട്ടിൽ അച്ഛനോ അമ്മയ്ക്കോ മൂഡ് ഡിസോർഡർ അഥവാ ഡിപ്രസീവ് ഡിസോർഡർ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്ക് അത് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. പക്ഷേ എന്ന് വെച്ചിട്ട് ഡിപ്രഷനുള്ള മാതാപിതാക്കളുടെ കുട്ടികൾക്കെല്ലാം ഡിപ്രഷൻ വരുമെന്നല്ല അതിൻ്റെ അർത്ഥം. ഈ കുട്ടികൾക്ക് മറ്റു കുട്ടികളെ അപേക്ഷിച്ച് ഡിപ്രഷൻ വരാനുള്ള ചാൻസ് അധികമാണ് എന്ന് മാത്രം. അതേപോലെ ഒരുപാട് നാള് നീണ്ടു നിൽക്കുകയും ചികിത്സ നേടേണ്ടി വരികയും ചെയ്യുന്ന അസുഖങ്ങളുള്ള രോഗികൾ, ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, കാർഡിയാക് ഡിസീസസ്, ഇവയിലെല്ലാം രോഗികൾക്ക് ക്രമേണ ഡിപ്രഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ നീണ്ട നാള് നമുക്ക് വേദന അനുഭവിക്കേണ്ടി വരുന്ന രോഗങ്ങൾ, ആർത്രൈറ്റിസ് തുടങ്ങിയ, അതായത് വാദം തുടങ്ങിയ രോഗങ്ങളിൽ ക്രമേണ ഈ പേഷ്യൻസിന് ഡിപ്രഷൻ വരികയും അത് കാരണം ഇവരുടെ വേദനയ്ക്കുള്ള മരുന്നുകളൊന്നും പലപ്പോഴും റെസ്പോണ്ട് ചെയ്യാതെ ഇരിക്കുകയും ചെയ്യുന്നത് കാണാം. ഈ പേഷ്യൻസിന് നമ്മൾ ഡിപ്രഷൻ്റെ മരുന്ന് കൊടുത്തു കഴിയുമ്പം പെട്ടെന്ന് അവരുടെ വേദനയിൽ അവർക്കൊരു ശമനം ഉണ്ടാകും. അതുപോലെ പലതരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, ക്യാൻസർ പോലെയുള്ള രോഗങ്ങളിലും ഇതേപോലെ നമുക്ക് ഡിപ്രഷൻ വരുന്നത് കാണാറുണ്ട്.
അതുപോലെ ചില വൈറ്റമിൻ ഡെഫിഷ്യൻസീസ്, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയിലെല്ലാം ഈ ഡിപ്രഷൻ്റെ ഫീച്ചേഴ്സ് വരാം. തൈറോയിഡ് ഹോർമോണിൻ്റെ അബ്നോർമാലിറ്റീസിലും ഇതേപോലെ ഡിപ്രഷൻ്റെ ഫീച്ചേഴ്സ് വരാറുണ്ട്. അപ്പം ഇതെല്ലാം വരുമ്പോൾ നമ്മുടെ ബയോളജി, നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന സിററ്റോണിൻ, നോറെപ്പിനെഫ്രിൻ, ഡോപ്പാമിൻ എന്നീ പറയുന്ന രാസപദാർത്ഥങ്ങളുടെ വ്യതിയാനങ്ങളാണ് ഡിപ്രഷൻ്റെ രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത്. മെയിനായിട്ട് സിററ്റോണിനും നോറെപ്പിനെഫ്രിനും നമ്മുടെ തലച്ചോറിൽ വല്ലാണ്ട് കുറഞ്ഞു പോകുന്നു. അതേപോലെ ഡോപ്പാമിനും നമ്മുടെ പ്രീഫ്രോണ്ടൽ ഏരിയയിൽ ഡോപ്പാമിൻ്റെ അളവ് കുറയുന്നത് കൊണ്ട് ഒന്നിനോടും നമുക്കൊരു സന്തോഷം തോന്നാതിരിക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടാകാറുണ്ട്. ഇനി നമുക്ക് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിലേക്ക് കടക്കാം. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, അതായത് മാനസികമായ കാര്യങ്ങൾ. അപ്പം ഇതിൽ മെയിനായിട്ട് വരുന്നത് ചെറുപ്പത്തിൽ നമ്മുടെ എല്ലാവരുടെയും മാനസിക നില, നമ്മുടെ പേഴ്സണാലിറ്റീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മുടെ ചൈൽഡ്ഹുഡാണ്. അപ്പം ചെറുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള ട്രോമാറ്റിക് ആയ എക്സ്പീരിയൻസസിലൂടെ കടന്നു പോയിട്ടുള്ള കുട്ടികൾക്ക് വലുതാകുമ്പോൾ ഡിപ്രഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ ചെറുപ്പത്തിൽ മാതാപിതാക്കളുടെ സ്നേഹം വേണ്ട വിധം കിട്ടാത്ത കുട്ടികൾക്ക്, ഇവർക്ക് ഒരു സെൽഫ് എസ്റ്റീം കുറവ് വരാറുണ്ട്. പ്രായമാകുമ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ കാണാറുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഡിപ്രഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുപോലെ ചില പ്രത്യേക പേഴ്സണാലിറ്റീസ് ഉള്ള ആൾക്കാർ, അതായത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, ചെറിയ കാര്യങ്ങളിൽ പെട്ടെന്ന് തളർന്നു പോകുന്ന ആൾക്കാർ, ഇവർക്കൊക്കെ ഡിപ്രഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ വീട്ടിൽ എപ്പോഴും ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന പല വീടുകളും ഉണ്ട്. ഉദാഹരണത്തിന് ചിലപ്പോൾ അച്ഛൻ കുടിച്ചിട്ട് വരുന്ന വീടുകൾ, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ നിരന്തരമായിട്ട് വഴക്കുണ്ടാകുന്ന വീടുകൾ. ഇങ്ങനത്തെ വീടുകളിലുള്ള ഈ കപ്പിൾസിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ക്രമേണ ഡിപ്രഷൻ വരാനുള്ള ചാൻസ് വളരെയധികം അധികമാണ്. ഇനി നമ്മുടെ ബാക്കി ചില സബ്സ്റ്റൻസ് അബ്യൂസ് കാരണം, ഉദാഹരണത്തിന് ആൽക്കഹോൾ പോലെയുള്ള സബ്സ്റ്റൻസസ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ക്രമേണ ഡിപ്രഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ആൽക്കഹോൾ ഇൻഡ്യൂസ് ഡിപ്രസീവ് ഡിസോർഡർ എന്ന് പറഞ്ഞ ഒരു അസുഖമുണ്ട്. ഇവർക്ക് ഈ ആൽക്കഹോൾ കഴിക്കുന്നത് കാരണം നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന ഡിപ്രസീവ് ചേഞ്ചസ് ആണിത്. ഇവർക്ക് ഡിപ്രഷൻ്റെ അതേ ഫീച്ചേഴ്സ് തന്നെ ഉണ്ടാകും. നമ്മൾ ചികിത്സിച്ച് കഴിഞ്ഞാൽ അത് മാറ്റാവുന്നതേ ഉള്ളൂ. ഇനി സോഷ്യൽ ഫാക്ടേഴ്സ്, അതായത് നമുക്ക് സാമ്പത്തികമായി വളരെ പിന്നോട്ട് നിൽക്കുന്ന ആൾക്കാർ, അതേപോലെ നമുക്കൊരു ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഇല്ല, ഒരു ഫാമിലിയുടെ ആണെങ്കിലും ഒരു നല്ല സപ്പോർട്ട് സിസ്റ്റം ഇല്ലാത്ത ആൾക്കാർ. പലപ്പോഴും ഡിപ്രഷൻ നമുക്ക് വരികയാണ്, പക്ഷെ നമുക്കൊരു നല്ല സപ്പോർട്ട് സിസ്റ്റം വീട്ടിലുണ്ട് എങ്കിൽ ഇവർക്ക് പലപ്പോഴും ഈ മൈൽഡ് ഡിപ്രഷനിൽ തന്നെ വെളിയിൽ വരാൻ ഇവരെ കൊണ്ട് സാധിക്കും. കാരണം എൻ്റെ കൂടെ എല്ലാവരും ഉണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, നമ്മുടെ അനിയത്തിയുണ്ട്, അനിയനുണ്ട് എന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക് തന്നെ അവരുടെ ആ ഡിപ്രഷനിൽ ഒരുപാട് മാറ്റം വരും. അവർക്ക് ആ ഫുൾ ബ്ലോൺ ഒരു ഡിപ്രഷൻ അവർക്ക് സാധാരണ കാണാറില്ല. എന്നാൽ ഇതില്ലാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഒരു ഫാമിലി സപ്പോർട്ട് കിട്ടാത്ത ആൾക്കാർ, ഇവർക്കാണ് ഡിപ്രഷൻ കൂടുതൽ വരാനുള്ള സാധ്യത. അതുപോലെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയിട്ടുള്ള ആൾക്കാർ, അതായത് കല്യാണം കഴിക്കാതെ, ഒരുപാട് പ്രായമായിട്ടും കല്യാണം കഴിക്കാത്ത ആണുങ്ങൾ, അതേപോലെ ഒരുപാട് കുട്ടികളുള്ള അമ്മമാർ, അതായത് 3-ലധികം കുട്ടികളുള്ള അമ്മമാരിൽ ഡിപ്രഷൻ ബാക്കിയുള്ളവരെക്കാട്ടി ഒരുപാട് അധികമാണ് എന്നാണ് കണ്ടിട്ടുള്ളത്. ഇനി പൊതുവെ സ്ത്രീകളിലാണ് പുരുഷന്മാരെക്കാട്ടിൽ ഡിപ്രഷൻ കൂടുതൽ കണ്ടുവരിക. പ്രത്യേകിച്ച് സ്ത്രീകൾ, ഒരു മധ്യവയസ്കരായ സ്ത്രീകൾ, അതായത് ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിൽ ഇതിൻ്റെ ചാൻസ് ഒരുപാട് കൂടുതലാണ്. കുട്ടികളിലാണ് എങ്കിൽ പോലും, അതായത് കൗമാരക്കാരിലാണെങ്കിൽ പോലും ഇതേപോലെ തന്നെ പെൺകുട്ടികൾക്കാണ് ആൺകുട്ടികളെക്കാട്ടി കൂടുതൽ ഡിപ്രഷൻ വരാനുള്ള ചാൻസ് കൂടുതൽ.